ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവാകുന്ന ധർമ്മപുത്രരുടെ രാജസൂയത്തിനായി സകല ദിക്കുകളിലുമുള്ള രാജാക്കന്മാരിൽ നിന്നും കപ്പം കരസ്ഥമാക്കുവാൻ മറ്റ് പാണ്ഡവകുമാരന്മാരും യുവരാജാവ് ഭീമസേനനും പല പല ദിക്കുകളിലേക്കായി പുറപ്പെട്ടു. യുധിഷ്ഠിര രാജനെ യുധിഷ്ഠിര ചക്രവർത്തിയാക്കുക എന്ന സത് ഉദ്ദേശത്തോടുകൂടി നടത്തപ്പെടേണ്ട രാജസൂയയാഗമാകുന്നു ഇത്. അതിനായുള്ള നിധിശേഖരമെന്ന കപ്പം പിരിക്കലിന് പടിഞ്ഞാറ് ദേശത്തേക്ക് ഗമിച്ചത് നാലാം പാണ്ഡവനാകുന്ന മാദ്രീകുമാരൻ സുന്ദരനാകുന്ന നകുലനാകുന്നു. യോദ്ധാക്കന്മാരുടെ സിംഹനാദം കൊണ്ടും ഗർജിതം കൊണ്ടും ഭൂമിയൊക്കെ കുലുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു പുറപ്പാട്. ഉടനെ വളരെയധികം ധനങ്ങളും പശുക്കളും ധനധാന്യങ്ങളുമുള്ള കാർത്തികേയൻ ഇഷ്ടമായ രോഹികം പ്രാപിച്ചു. അവിടെ അതിഘോരമായ യുദ്ധം നടന്നു. അവരെ നകുലൻ പരാജിതരാക്കി. പിന്നെ നകുലപ്പട പടിഞ്ഞാറേക്കരയിലേക്ക് നീങ്ങി. അപ്രകാരം ധാന്യസമൃദ്ധമായ ശൈരീഷികം, മഹേന്ദ്രം എന്നീ പ്രദേശങ്ങളും ആ മഹാദ്യുതി കൈക്കലാക്കി. ആക്രോശമെന്ന പേരായ രാജഋഷികനെയും നകുലനൊരു മഹായുദ്ധത്തിൽ പാട്ടിലാക്കി. പിന്നെ ദശാർണൻ, ശിബീകൻ, ത്രികർത്തൻ, അംബരീഷൻ, പഞ്ചകർമ്മൻ, മാളവൻ എന്നിവരെയും മധ്യമികർ, വാടാനാഥന്മാർ എന്നീ പേരുള്ള ദ്വിജന്മാരെയും കീഴടക്കി. ആ പാണ്ഡുപുത്രൻ അവിടെ നിന്നും തിരിച്ചു. ശേഷം ആ പുരുഷർഭൻ ഉത്സവ സങ്കേതരെന്ന പേരായ ഗണങ്ങളെയും ജയിച്ചു. സിന്ധു നദീതീരത്തെത്തി ഗ്രാമീണരെയും കൂട്ടരെയും, സരസ്വതി തീരത്തെത്തി ശൂദ്രന്മാരെയും അഫീരഗണന്മാരെയും അദ്ദേഹം കീഴടക്കി. പർവ്വതത്തിൽ അധിവസിക്കുന്നവരെയും കീഴടക്കി. അമരപർവ്വതരെയും ഉത്തര ജ്യോതിഷത്തെയും ദിവ്യഘടകത്തെയും കീഴടക്കി നകുലൻ മുന്നേറി. പിന്നീട് ദ്വാരപാലരെന്ന വർഗത്തെയും ആ മഹാദ്യുതി കീഴടക്കി മുന്നേറി. രാമഠന്മാർ, ഹാരാഹൂണർ അങ്ങനെയുള്ള പല പാശ്ചാത്യന്മാരെയും തൻ്റെ ബലത്താൽ നകുലൻ ജയിച്ച് കരം വാങ്ങി. പിന്നീട് പാശ്ചാത്യ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് വാസുദേവന്റെ അടുക്കലേക്ക് ആളെ വിട്ടു. കുറച്ചുനാൾ അവിടെ പാർത്ത ശേഷം മാതരന്മാരുടെ പട്ടണത്തിലേക്ക് മാതൃപുത്രൻ നകുലൻ യാത്ര തിരിച്ചു. അവിടെ ചെന്ന് അമ്മാവനായ ശല്യനെ പ്രീതിയാൽ കീഴടക്കി. സൽക്കാരാർഹനായ അവൻ ശല്യരുടെ സൽക്കാരം സ്വീകരിച്ചു. വളരെയധികം രത്നങ്ങൾ കൊണ്ട് ആ മഹാരഥൻ അവിടെ നിന്നും പോന്നു. പിന്നെ സാഗരമധ്യത്തിൽ താമസിക്കുന്ന മദാരുണന്മാരായ മ്ലേച്ഛന്മാരെയും ജയിച്ചു. പല്ലവന്മാർ, കിരാതർ, ശാകവർ, യവനർ എന്നിവരെയെല്ലാം അദ്ദേഹം ജയിച്ചു. അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങുകയും ചെയ്തു. കുരുശ്രേഷ്ഠനായ നകുലൻ ധാരാളം രത്നങ്ങളോടുകൂടി സ്വരാജ്യത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ചിത്രമാർഗിയായ നകുലൻ കരസ്ഥമാക്കിയ സമ്പത്ത് അത്ര അധികമായിരുന്നു. അവ 10,000 ഒട്ടകങ്ങൾ പണിപ്പെട്ട് ചുമന്നു. അവയെല്ലാമായി നകുലൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി. യുധിഷ്ഠിരനെ കണ്ട് തൊഴുതു. ശ്രീമാനായ മാദ്രീസുതൻ ആ മഹത്തായ ധനം ധർമ്മരാജന്റെ മുൻപിൽ കാഴ്ചവെച്ചു. ഇപ്രകാരം നകുലൻ വരുണൻ പാലിക്കുന്ന പശ്ചിമ ദിക്ക് മുഴുവൻ വേഗത്തിൽ കീഴടക്കി. ഈ ദിക്കുകളെല്ലാം തന്നെ സാക്ഷാൽ വാസുദേവൻ മുൻപ് പരാജയപ്പെടുത്തിയ ദിക്കായിരുന്നുവെന്ന മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയാകുന്നു നകുലന്റെ ദിഗ്വിജയം.